welcome back. It's me Tanzira from Ritseju. Today I would like to discuss about some most important questions which is coming under the subject Statistics for Business Decisions for the first BBA students. So yesterday I was uploaded a video regarding management concepts and principles for the first BBA students. That video also be watched before entering to the examination hall. So first question, define statistics and its functions and limitations. There are many authors who define the term statistics. Among this, Horace Secrets, HORACESCCRIEESTS. Horace Secrets is a well-known author who defines the term statistics in a more or less lengthy way. അതായത് ഒരുപാട് ഓതേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഹൊറേസ് സീക്രറ്റ്സിൻ്റെ ഡെഫിനിഷൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഈ ഒരു ഡെഫിനിഷനിൽ പഠിച്ചാൽ പറ്റും. കുറച്ച് ലെങ്തി ഡെഫിനിഷനാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ലെങ്തി ആണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചാൽ ഒരു 3-4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിം, Horace Secrets, statistics are aggregates of facts affected to a marked extent by multiplicity of causes numerically expressed or enumerated according to a reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and should be placed in relation to each other. മുമ്പ് എൻ്റെ സർ എന്നെ പഠിപ്പിച്ചൊരു ഡെഫിനിഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടി പറയുന്നത് ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അതിൽ ഓരോ ടേമും ഓരോ ഫീച്ചറും ഓരോ ഫംഗ്ഷനുമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റേഷൻസും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഓരോ ഡെഫിനിഷൻ റീഡ് ബിറ്റ്വീൻ ലൈൻസ് ചെയ്താൽ തന്നെ നമുക്ക് ഓരോ പോയിൻറ്റ്സ് വെച്ചായിട്ട് കിട്ടും. ഫസ്റ്റ് ഫീച്ചർ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. അത് തന്നെയാണ് നമ്മുടെ ഡെഫിനിഷൻ്റെ ഫസ്റ്റും. ദെൻ ദേ ആർ എഫക്റ്റഡ് ടു എ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. Statistics may be either estimated or enumerated. Statistics data are collected in a systematic manner and the data are collected for a predetermined purpose. And after collecting the data, it should be placed in relation to each other through the methods of statistical devices. ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ അതിൻ്റെ ഫങ്ഷൻസും അത് തന്നെയാണ്. അതെന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ധർമ്മങ്ങൾ, എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമ്മൾക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. പിന്നെ ലിമിറ്റേഷൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചറിൽ തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ നമ്മൾ ഫീച്ചറിൽ പറഞ്ഞു ആഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറയുമ്പം സിംഗിൾ ഇൻഡിവിജ്വൽ ഫാക്ടർ ഡസ് നോട്ട് ബിക്കം ദ സ്റ്റാറ്റിസ്റ്റിക്സ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. അപ്പോൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് എന്തല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. അത് എൻ്റെ രണ്ടാമത്തെ ലിമിറ്റേഷനാണ്. അതായത് നമ്മൾ പിന്നെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ നമുക്ക് മോണിറ്ററി ടേംസിലേക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ വേറൊരു രീതിയിൽ പറഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ സൊല്യൂഷൻ, അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു പിന്നെ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് അല്ല സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് ഓൺലി എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലം കാണാനുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്, അല്ലാണ്ട് എല്ലാ പ്രോബ്ലവും റിമൂവ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ അല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കാരണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഴ്സൺ യൂസ് ദ ഡാറ്റ, ആ ഡാറ്റ യൂസ് ചെയ്യുന്ന വ്യക്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിൻ്റെ നിർവചനം. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനെ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നമുക്ക് ഡിസിഷൻ പർപ്പസിന് ഹെൽപ്ഫുൾ ആവും. പിന്നെ അതർവൈസ് നല്ല രീതിയിലല്ല യൂസ് ചെയ്യുന്നത്, പിന്നെ അതിന് നമ്മൾക്ക് പിന്നെ അതിൻ്റെ റോങ് യൂസിലേക്ക് അത് പോകും. അതായത് അത് ഡിനോട്ട് ചെയ്യുന്ന ഒരു പ്രോവർബ് തന്നെ പറയുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കൺസിഡർഡ് ആസ് എ ക്ലേ ഔട്ട് ഓഫ് വിച്ച് വൺ ക്യാൻ മേക്ക് ഗോഡ് ഓർ ഡെവിൾ. അപ്പോൾ നല്ല മനുഷ്യന്മാരിൽ കിട്ടിക്കഴിഞ്ഞാൽ ഗോഡാക്കാനും മോശമായ രീതിയിൽ യൂസ് ചെയ്താൽ ഡെവിൾ ആകാനും പറ്റും. അല്ലെങ്കിൽ വേറൊരിടത്ത് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കൺസിഡർഡ് ആസ് എ knife. That knife can be used for cutting vegetables or for killing a person. ഒരു കത്തിയാണ്, അത് നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും, നല്ല രീതിയിൽ പറയുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും അല്ലെങ്കിൽ മനുഷ്യന്മാരെ കൊല്ലാനും വരെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിൽ ആ ഒരു കൊട്ടേഷൻ കോട്ട് ചെയ്തിട്ട് ലിമിറ്റേഷൻസ് എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്കായി. അപ്പോൾ അതാണ് ഞാൻ ആ ഡെഫിനിഷൻ സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ, ഹൊറേസ് സീക്രറ്റ്സിൻ്റെ ഡെഫിനിഷൻ.
പിന്നെ ഇതിലുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഞാൻ നമ്മളെ BCom സ്റ്റുഡൻസിന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം ഉണ്ട്, പേപ്പർ ഉണ്ട്. ഇതിലുള്ള ഒട്ടുമിക്ക എല്ലാ ആൻസേഴ്സും ഞാൻ അവരുടെ BComൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിങ്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടൈം ഇങ്ങനെ ലെങ്തി ആവുന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി കട്ട് ഷോർട്ട് ചെയ്യും ആൻസേഴ്സ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ ഈ വീഡിയോൻ്റെ താഴെ BCom സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അതായത് ഫസ്റ്റ് സെമിസ്റ്റർ BCom സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലിങ്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ പ്ലേ ചെയ്തിട്ട് ആൻസേഴ്സ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടും. അതിലില്ലാത്ത 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും BComമാർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഈ ലിങ്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആൻസർ എൻ്റെ ഇൻഎഫിഷ്യൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ BComൻ്റെ ലിങ്കും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ? അപ്പോൾ നമ്മൾ 2 രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാം, പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡും സെക്കൻഡറി ഡാറ്റ കളക്ഷൻ മെത്തേഡും. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ വരുന്ന മെത്തേഡ്സ് ഒന്ന് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റായിട്ട് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ, ദെൻ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ, ദെൻ ഷെഡ്യൂൾസ്, ക്വസ്റ്റ്യർ പോലെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട്, ഇനി ലോക്കൽ കറസ്പോണ്ടൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രൈമറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ദ ഇൻവെസ്റ്റിഗേറ്റർ കളക്ട്സ് ദ ഡാറ്റ പേഴ്സണലി. He has to be on the spot for collecting the inquiry, and at the same time he has to meet the people from whom data are to be collected. ആരെ കയ്യിൽ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അയാൾ ഡയറക്റ്റ്ലി പോയിട്ട് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ചെറുതാകുന്ന സമയത്ത് നമുക്ക് ഈ മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അതുപോലെ ഹയർ ഡിഗ്രി ഓഫ് ആക്യുറസി നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതൽ നല്ലത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ, പിന്നെ അതുപോലെ ഒറിജിനൽ ഡാറ്റ തന്നെ ആവശ്യം വേണ്ടി വരുന്ന കേസിൽ നമ്മൾ ഈ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷനാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ രണ്ടാമത്തെ മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ലാർജ് ആകുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾക്ക് അത്ര ഡിഗ്രി ഓഫ് ആക്യുറസി ആവശ്യമില്ലാത്ത കേസിലൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. ഇവിടെ നമ്മൾ അതായത് ഡയറക്റ്റ് ആ പേഴ്സണോട് പോയി ചോദിക്കാതെ തന്നെ അതുമായി കണക്റ്റഡായ ആൾക്കാരുമായിട്ട് നമ്മൾ തേർഡ് പാർട്ടീസിലൂടെയാണ് ഇവരുടെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യർ മെത്തേഡ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഇപ്പം തന്നെ ടൈം 8 മിനിറ്റോളം ആവാനായിട്ടുണ്ട്. സോ ഷെഡ്യൂൾസ് ആൻഡ് ക്വസ്റ്റ്യർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾസിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് ആർ കളക്റ്റഡ് ത്രൂ ദ എന്യൂമറേറ്റേഴ്സ്. അതായത് നമ്മൾ എന്യൂമറേറ്റർ വഴിയാണ് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്യൂമറേറ്ററാണ് റെസ്പോണ്ടൻസിൻ്റെ ആൻസർ കേട്ടിട്ട് എഴുതുന്നത്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ എടുക്കുന്ന ആൾക്കാർ ആരെ കയ്യിൽ നിന്നാണോ നമ്മൾ ഡാറ്റ എടുക്കുന്നത് അവർ ഇലിറ്ററേറ്റ് ആയിക്കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ നല്ല രീതിയിൽ ഹയർ ഡിഗ്രി ഓഫ് ആക്യുറസിയോടെ എടുക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ക്വസ്റ്റ്യർ മെത്തേഡ് ആകുമ്പോൾ നമ്മൾ ഇതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്യൂമറേറ്റർ വഴി കളക്ട് ചെയ്യാതെ നമ്മൾ പോസ്റ്റ് വഴി സെൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കാത്ത കേസ് വന്നു കഴിഞ്ഞാൽ അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഹയർ ആക്യുറസി കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഇല്ലിറ്ററേറ്റ് പീപ്പിളിനാണെങ്കിൽ ഇത് ചെയ്യാനും വേണ്ടി പറ്റൂല. അതാണ് ക്വസ്റ്റ്യർ മെത്തേഡിൻ്റെ ലിമിറ്റേഷൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യറും ഷെഡ്യൂളിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പിന്നെ ലോക്കൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂസ് പേപ്പർ ഏജൻസീസൊക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് ലോക്കൽ കറസ്പോണ്ടൻസിൽ വരുന്നത്. ദേ ആർ കളക്റ്റഡ് ബൈ ലോക്കൽ കറസ്പോണ്ടൻസ് ലൈക്ക് ന്യൂസ് പേപ്പർ ഏജൻസീസ് generally adopted this method. അപ്പോൾ ഇത് അത്ര വലിയൊരു such data are not very reliable. Therefore this method can be applied only when a higher degree of prediction is not നെസസറി. അതായത് പിന്നെ അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഈ ലോക്കൽ കറസ്പോണ്ടൻസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റയാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ആണ് കളക്ട് ചെയ്യുന്നത്. ബട്ട് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞത് ഒറിജിനൽ അല്ല, ഓൾറെഡി ആരോ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡാറ്റ ഇൻവോൾവ്സ് ഹ്യൂജ് എക്സ്പെൻസസ് ആൻഡ് ടൈം ഓൾസോ. ബട്ട് സെക്കൻഡറി ഡാറ്റ ഓൾറെഡി ആരോ പബ്ലിഷ് ചെയ്ത ഡാറ്റ നമ്മൾ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ
അതിന് കോസ്റ്റ് കുറവാണ്, ടൈമും കുറവേ ആവശ്യമുള്ളൂ. പിന്നെ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് റോ മെറ്റീരിയൽ ടു വിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ആർ അപ്ലൈഡ്. നമ്മൾ ഒറിജിനലി ഫീൽഡിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് റോ മെറ്റീരിയലാണ്. അതിനെ നമ്മൾ കുറച്ച് എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫർമേഷനാക്കി മാറ്റുന്നത്. വേറെ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഷേപ്പിൽ തന്നെയാണ്, റോ മെറ്റീരിയലിൻ്റെ ഷേപ്പല്ല. കാരണം ഓൾറെഡി അത് ആരോ യൂസ് ചെയ്ത ഡാറ്റ നമ്മൾ ആ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രൈമറി ഡാറ്റ ആഡിക്വേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ആണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ചില സമയം നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്ര മാച്ച് ആയിരിക്കില്ല. നമ്മൾ കിട്ടിയ ഡാറ്റനെ നമ്മൾ ആവശ്യത്തിലേക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റ സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് ചോദിക്കാനുള്ള സാധ്യത വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ ടേബിളാണ്. ഒരു ടേബിളിൽ ഉണ്ടായിരിക്കേണ്ട പാർട്സ് എന്തൊക്കെയെന്നാണ്. അതിൽ ടേബിൾ നമ്പർ വേണം, അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് ദ ടേബിൾ വേണം, അതായത് സ്യൂട്ടബിൾ ടൈറ്റിൽ വേണം. ടൈറ്റിൽ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്യാപ്ഷൻ വേണം. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ കോളം ഹെഡിങ്. കോളം ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്യാപ്ഷൻ, CC കോളം ഹെഡിങ് ക്യാപ്ഷൻ. അതുപോലെ റോ ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്സ്, STUBS സ്റ്റെപ്സ്. സ്റ്റെപ്പല്ല, സ്റ്റെപ്സ് ആണ്, അത് വേണം. പിന്നെ ബോഡി ഓഫ് ദ ടേബിൾ, അതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ കളക്റ്റഡ് ആർ ടു ബി പ്രസൻറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ദ ടേബിൾ. ദെൻ പിന്നെ വരുന്നത് ഹെഡ് നോട്ട്. ഹെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രീഫ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് അപ്ലൈയിങ് ടു ദ മേജർ പാർട്ട് ഓഫ് ദ മെറ്റീരിയൽസ് ഇൻ ദ ടേബിൾ. അതായത് ഒരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ് മെറ്റീരിയൽസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പ്ലേസ്ഡ് ഡയറക്ട്ലി ബിലോ ദ ബോഡി ഓഫ് ദ ടേബിൾ വെനെവർ ഇറ്റ് ഈസ് റിക്വയർഡ്. ആവശ്യം വരുമ്പോൾ നമ്മൾ ടേബിളിന് താഴെ കൊടുക്കുന്നതാണ് ഫുട് നോട്ട്. Then footnote explain those which are not made clear by title or caption. ടൈറ്റിൽ കൊണ്ടോ ക്യാപ്ഷൻ കൊണ്ടോ മനസ്സിലാകാത്തതാണ് നമ്മൾ ഫുട് നോട്ട് കൊണ്ട് മനസ്സിലാക്കുന്നത്. ദെൻ സോഴ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ദ സോഴ്സസ് ഫ്രം വേർ ദ ഡാറ്റാസ് കണ്ടെയ്ൻ ഇൻ ദ ടേബിൾ ഹാസ് ടു ബി കളക്റ്റഡ്. നമ്മൾ എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് സോഴ്സ് നോട്ടിൽ കൊടുക്കുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ടേബിൾ. ദ നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് ദ ഐറ്റംസ് ഇൻ ടു ഡിഫറെൻറ്റ് ക്ലാസ്സസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസ് ആൻഡ് സിമിലാരിറ്റി. സിമിലാരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ബട്ട് ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രസൻറ്റേഷൻ ഓഫ് ദ ഡാറ്റ ഇൻ ആൻ ഓർഡർലി മാനർ ആണ്. ഓർഡർലി മാനറിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ദെൻ ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് ക്ലാസിഫിക്കേഷൻ ആണ്, സെക്കൻഡ് സ്റ്റെപ്പാണ്. പിന്നെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്ന ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് ആണ്. ടാബുലേഷനിൽ നമ്മൾ ചെയ്യുന്നത് അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ റോസ് ആൻഡ് കോളംസ് ആണ്. ബട്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂമറിക്കൽ ഫാക്ട്സിനെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ റൂൾസ് ടു ബി ഒബ്സർവ്ഡ് വൈൽ കൺസ്ട്രക്ടിങ് എ ടേബിൾ. ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട റൂൾസ് എന്താണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുപാട് റൂൾസ് നോക്കണം. അതിൽ ഒന്നാമത്തെയാണ് പറയുന്നത് പിന്നെ ടേബിൾ ഷുഡ് ബി കോമ്പാക്റ്റ് ആയിരിക്കണം, ബ്രീഫായിരിക്കണം, നീറ്റായിരിക്കണം. പിന്നെ ടേബിൾ ഷുഡ് നോട്ട് ബി ഓവർലോഡ് വിത്ത് ടു മച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ ഐറ്റം ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ആൻ ആൽഫബറ്റിക്കൽ ഓർഡർ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ ഐറ്റംസ് അറേഞ്ച് ചെയ്യണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രോപ്പർ ടൈറ്റിൽ അറ്റ് ദ ടോപ്പ് ഓഫ് ഈച്ച് ടേബിൾ ഷുഡ് ബി ഗിവൺ, എന്തായാലും കൊടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഹെഡിങ്സ് മസ്റ്റ് ബി പ്രിസൈസ് ആൻഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഹെഡിങ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. പിന്നെ നമ്പർ ഓഫ് ഹെഡിങ് ഷുഡ് ബി ആസ് മിനിമം ആസ് പോസിബിൾ, കഴിയുന്നത്രയും നമ്പർ ഓഫ് ഹെഡിങ്സ് കുറക്കണം. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഫ് ദ റോസ് ഹാവ് ടു ബി വെരി ലോങ് ദെൻ സ്റ്റെപ്പ് ഷുഡ് ബി റീപ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡിൽ ഷുഡ് ബി റീപ്ലേസ് ചെയ്തിരിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രീവിയേഷൻ ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ, കഴിയുന്നത്രയും അബ്രീവിയേഷൻസ് ഒഴിവാക്കണം. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിഗേഴ്സ് ഷുഡ് ബി റൗണ്ടഡ് ആസ് ഫാർ ആസ് ഫിഗേഴ്സ് റൗണ്ട് ചെയ്യണം ടു ദ നിയറസ്റ്റ് വാല്യൂ. ദെൻ ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്സ്, ഒരിക്കലും ഡിറ്റോ മാർക്സ് യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ സെയിം ഫിഗർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് റൈറ്റ് ഇറ്റ് അഗെയിൻ, വീണ്ടും എഴുതണം, അല്ലാണ്ട് ഒരിക്കലും ഡിറ്റോ ഇടാൻ പാടില്ല. പിന്നെ എക്സെട്ര പോലെയുള്ള സിമ്പിൾസ് ഷുഡ് ബി അവോയ്ഡഡ്. പിന്നെ ഫാക്ട് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ടേബിൾ സോ ആസ് ടു മേക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ ദം ഈസി. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ട്സിനെ നല്ല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂൾസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ ആണ്. അപ്പോൾ ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ.
അപ്പോൾ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യനെയർ പിന്നെ എന്താ പറയണ്ടേ പോസ്റ്റ് വഴി സെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി എ കവറിങ് ലെറ്റർ അലോങ് വിത്ത് ദ ക്വസ്റ്റ്യനെയറോടുകൂടി ഒരു കവറിങ് ലെറ്റർ വെക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി കെപ്റ്റ് ടു ദ മിനിമം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലെങ്തി പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കഴിയുന്നത്ര കുറക്കണം. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് ദ എൻക്വയറിക്ക് മാച്ച് ആയിരിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഷോർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ, കഴിയുന്നത്ര ഷോർട്ടാക്കി കൊടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. കാരണം തന്നെ നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻ മസ്റ്റ് ബി അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ അതർവൈസ് ഡിഫറെൻറ്റ് പീപ്പിൾ വിൽ ഗിവ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ടു ദ സെയിം ക്വസ്റ്റ്യൻ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല ആൾക്കാർ പല രീതിയിൽ ആൻസർ ചെയ്യും. അതുകൊണ്ട് സിമ്പിൾ ലാംഗ്വേജ് ക്ലിയർ ആയിരിക്കണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് പോസിബിൾ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡ്. നമ്മൾ വ്യക്തിപരമായി വരുന്ന ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം. അത് ആർ യു ഡ്രങ്കാർഡ് അല്ലെങ്കിൽ ആർ യു എ സ്മോക്കർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരമാവധി ഒഴിവാക്കാം. പിന്നെ വെച്ചാൽ ആസ് ഫാർ ആസ് പോസിബിൾ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ദേ ക്യാൻ ബി ആൻസർഡ് ഈസിലി ഇൻ യെസ് ഓർ നോ. യെസ് ഓർ നോ എന്നുള്ള രീതിയിൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. കഴിയുന്നതും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. പിന്നെ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ അൺഡ്യൂലി ഷുഡ് ബി അവോയ്ഡ്, അതായത് നമ്മൾ പേഴ്സണലി ഹാരാസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓഫ് സച്ച് ദാറ്റ് ദേ എലിസിറ്റ് ദ ഇൻഫർമേഷൻ റെക്കോർഡ് ടു ദ സ്റ്റഡി ഓഫ് ദ പ്രോബ്ലം. അതായത് നമ്മൾ ആ ക്വസ്റ്റ്യനെയറിൽ വെച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ ഒബ്ജക്ട്സ് ഓഫ് ദ സ്റ്റഡിക്ക് മാച്ച് ആയിരിക്കണം, അതിന് ഡീവിയേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ റിഗാർഡ് ടു ഫില്ലിംഗ് അപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ മസ്റ്റ് ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യനെയർ ഇൻസെൽഫ്. എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ ആ ക്വസ്റ്റ്യനെയറിൻ്റെ താഴെ വെക്കണം. പിന്നെ ക്വസ്റ്റ്യനെയർ ഒരു ലുക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ട എസെൻഷ്യൽ ഗുണങ്ങൾ, എസെൻഷ്യൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. നമ്മൾ നേരത്തെ പ്രൈമറി ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യനെയർ നമ്മൾ സെൻഡ് ബൈ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇല്ലിറ്ററേറ്റ് പീപ്പിളിന് അത് ഫില്ല് ചെയ്യാൻ ചില സമയം ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഷെഡ്യൂൾ എന്യൂമറേറ്റേഴ്സ് വഴി ഡാറ്റ കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ആയാലും നമുക്ക് ഡാറ്റാസ് കിട്ടും. പിന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി, വ്യക്തത എന്ന് പറയുന്നത് ഷെഡ്യൂളിലാണ് ക്വസ്റ്റ്യനെയറെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ആക്യുറസി നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ആക്യുറസി വരുന്ന കേസിൽ നമ്മൾ ഷെഡ്യൂളാണ് ക്വസ്റ്റ്യനെയറേക്കാളും കുറച്ചും കൂടി നല്ലത്. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ക്യാപ്ഷൻ ആൻഡ് സ്റ്റെപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്സ് ഓഫ് എ ടേബിൾ നമ്മൾ പറഞ്ഞു. സ്റ്റെപ്സ് ആർ ദ ഡെസിഗ്നേഷൻ ഓഫ് റോസ് ആണ്. റോ ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ്. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ കോളം ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ദേ ആർ ദ ഡെസിഗ്നേഷൻ ഓഫ് കോളം ഹെഡിങ്സ് ആണ് ക്യാപ്ഷൻസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം, അതുപോലെ തന്നെ പിന്നെ ഫ്രീക്വൻസി, പോളിഗൺ ആൻഡ് ഒജീവ് ആണ്. അപ്പോൾ ദേ ആർ ദ ഗ്രാഫിക്കൽ ഡിവൈസസ്. ഹിസ്റ്റോഗ്രാം ആയാലും ഫ്രീക്വൻസി പോളിഗൺ ആയാലും ഒജീവ് ആയാലും അതുപോലെ തന്നെ പൈ ഡയഗ്രാം ആയാലും പിക്ടോഗ്രാം ആയാലും എല്ലാം ഗ്രാഫിക്കൽ ഡിവൈസസ് ആണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ പ്രസൻറ്റിങ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രസൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഹിസ്റ്റോഗ്രാം. ഇവിടെ നമ്മൾ ബാറിൻ്റെ രൂപത്തിലാണ് ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക. ബാർസ് ആർ ഇറക്റ്റഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഇറക്റ്റിംഗ് എ സീരീസ് ഓഫ് അഡ്ജസ്റ്റൻറ്റ് വെർട്ടിക്കൽ ബാർസ്. അഡ്ജസ്റ്റൻറ്റ് വെർട്ടിക്കൽ ബാർസ് ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. ദെൻ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിച്ച് മേ ബി ഐദർ കണ്ടിന്യൂസ് ഡാറ്റ ഓർ ഫോർ ഡിസ്ക്രീറ്റ് ഡാറ്റ. നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റക്കോ ഡിസ്ക്രീറ്റ് ഡാറ്റക്കോ ഉപയോഗിക്കുന്നത് ഗ്രാഫിക്കൽ ഡിവൈസാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യാനുള്ളതാണ് ഫ്രീക്വൻസി പോളിഗൺ. Or it is obtained in plotting the frequencies on the various it is obtained by plotting the frequencies on the y-axis. Y-axis-ലാണ് നമ്മൾ ഫ്രീക്വൻസീസ് പ്ലോട്ട് ചെയ്യാം against the values in x-axis. x-axis-ലെ വാല്യൂസിനെ നേരെ നമ്മൾ y-axis-ൽ പ്ലോട്ട് ചെയ്യുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ദെൻ ഒജീവ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെൻ ക്യുമുലേറ്റഡ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒജീവ്. ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓർ it is otherwise known as ogives, and it is plotted
plotted on a graph paper. When such cumulative frequency distributions are plotted on a graph paper, we may get frequency curve. We may get cumulative frequency curve. That cumulative frequency curve is known as ogives. Ogives രണ്ട് രീതിയിലുണ്ട്, ലെസ് ദാൻ ഒജീവ് ഉണ്ട്, മോർ ദാൻ ഒജീവ് ഉണ്ട്. താഴത്തായുള്ള വാല്യൂസ് നമ്മൾ കൂട്ടി വരുമ്പോഴുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാവും. ദെൻ അഡ്ജസ്റ്റൻറ്റ് വാല്യൂസ് ഉള്ളതും ഉണ്ട്. ഇപ്പോൾ മോർ ദാൻ ഒജീവ് ഉണ്ട്, ഇത് ലെസ് ദാൻ ഒജീവ് ഉണ്ട്, അങ്ങനെ രണ്ട് തരത്തിൽ ഒജീവ് ഉണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ടൈം സീരീസ് അനാലിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കോമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ് ആണ്. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ക്യാൻ ബി യൂസ് ടു അണ്ടർസ്റ്റാൻഡ്, ഇൻ്റർപ്രറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ ചേഞ്ചസ് ഇൻ ഇക്കണോമിക് ഫിനോമിന over time, which helps to anticipate the future course of event. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും, അതായത് ഇക്കണോമിക് ഫിനോമിനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കാനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ആണ് ടൈമിൻ്റെ ബേസിസിൽ. ഇതുകൊണ്ട് നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവൻറ്റ് നമുക്ക് പ്രസൻറ്റിലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സോ വൺസ് അഗെയിൻ, ടൈം സീരീസ് analysis is a statistical device which can be used to understand, interpret and evaluate the changes in economic phenomena over time with the hope of more correctly anticipating the course of future events. ഈ ഒരു മൊഡ്യൂൾ, ടൈം സീരീസ് അനാലിസിൻ്റെ മൊഡ്യൂൾ BCOM കുട്ടികൾക്കില്ല, ഇത് BBA കുട്ടികൾക്ക് മാത്രമുള്ള ഒരു മൊഡ്യൂളാണ്. ദെൻ എക്സ്പ്ലെയിൻ ഇറ്റ്സ് കോമ്പണൻസ്. കോമ്പണൻസിൽ വരുന്നത് സീസണൽ വേരിയേഷൻ, സൈക്ലിക്കൽ വേരിയേഷൻ, ഇറഗുലർ വേരിയേഷൻ, അതുപോലെയുള്ള ട്രെൻഡ്, ഇതൊക്കെയാണ് അതിൻ്റെ കോമ്പണൻസിൽ വരുന്നത്. അപ്പോൾ എന്താണ് ട്രെൻഡ്? ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ചേഞ്ചസിനെ സൂചിപ്പിക്കുന്നതാണ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് പീരീഡ് ചേഞ്ചസ് ആണ്. സോ ട്രെൻഡ് റെഫേഴ്സ് ടു ജനറൽ ടെൻഡൻസി ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ടു റൈസ് ഓർ ഫോൾ ഓർ റിമൈൻ ദ സെയിം. അതായത് ജനറൽ ടെൻഡൻസിയാണ് ഒരു ഡാറ്റേൻ്റെത്, കൂടുന്നോ കുറയുന്നോ അല്ലെങ്കിൽ റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണോ എന്നുള്ള ജനറൽ ടെൻഡൻസി ഓഫ് ഡാറ്റ നോക്കുന്നതാണ് സെക്യുലർ ട്രെൻഡ്. അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ മെത്തേഡ്സ് ആണ് മൂവിങ് ആവറേജും ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും പോലെയുള്ള മെത്തേഡ്സൊക്കെയാണ് ഈ ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തെ സെക്യുലർ ട്രെൻഡിന് ശേഷം വരുന്നതാണ് സീസണൽ വേരിയേഷൻ. സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ seasonal variations are those variations which occur with some degrees of regularity within a specified period of 1 year. അതായത് പിന്നെ നമ്മൾ ഒരു പ്രത്യേക സോഷ്യൽ കസ്റ്റം വരുന്ന സമയത്ത്, റിലീജിയൻ ഫംഗ്ഷൻ വരുന്ന സമയത്ത്, ക്ലൈമറ്റിക് കണ്ടീഷൻസൊക്കെ സീസൺസ് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷനാണ് സീസണൽ വേരിയേഷൻ. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ്. പിന്നെ ദെൻ സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ദീസ് വേരിയേഷൻസ് ആർ പീരിയോഡിക്കൽ മൂവ്മെൻറ്റ്സ് ആണ്. ഹിയർ വേരിയേഷൻസ് ആർ ഒക്കർ അറ്റ് എൻ ഇൻ്റർവെൽസ് ഓഫ് മോർ ദാൻ 1 year ആയിട്ട് വരുന്നതാണ് സൈക്ലിക്കൽ വേരിയേഷൻ. ഫോർ എക്സാമ്പിൾ ബിസിനസ് സൈക്കിൾ, ട്രേഡ് സൈക്കിൾ, ബൂം, റിസഷൻ, ഡിപ്രഷൻ, ഇതുപോലെയുള്ള സ്റ്റേജസിലുണ്ടാകുന്ന വേരിയേഷനാണ് സൈക്ലിക്കൽ വേരിയേഷൻ. ദെൻ ഇറഗുലർ വേരിയേഷൻ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അതിനെ റാൻഡം വേരിയേഷൻ എന്ന് പറയാം. അത് അതിൻ്റെ പേര് പോലെ തന്നെ ഇറഗുലർ ആണ്, നമുക്കത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ദീസ് ആർ കോസ്ഡ് ബൈ അൺയൂഷ്വൽ, അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ആക്സിഡൻഷ്യൽ ഈവൻറ്റ്സ് ആണ്. അതായത് എർത്തുകേക്ക്, ഫ്ലഡ്, സ്ട്രൈക്ക് പോലെയുള്ള സംഭവങ്ങൾക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന നമ്മൾ ആ ഇക്കണോമിക് ഫിനോമിനയിലെ ചേഞ്ചസ് മനസ്സിലാക്കുന്നതാണ് ഇറഗുലർ വേരിയേഷനിൽ. സോ ദീസ് ആർ ദ കോമ്പണൻറ്റ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സെക്യുലർ ട്രെൻഡ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ലീസ്റ്റ് സ്ക്വയർ. ഇവിടെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് വാല്യൂസ് ആൻഡ് ദ ട്രെൻഡ് വാല്യൂസ് ഈസ് ലീസ്റ്റ്. ട്രെൻഡ് വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവും തമ്മിലുള്ള സം ഓഫ് ദ സ്ക്വയേഴ്സ് അതിൻ്റെ ഡീവിയേഷൻസ് ലീസ്റ്റ് ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് ടു ഒബ്റ്റെയിൻ എ മാത്തമാറ്റിക്കൽ കർവ് വിച്ച് വിൽ ബി ഫിറ്റ് ടു ദ ഗിവൺ സീരീസ്. അതായത് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് വരച്ചിട്ടാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയറിൽ നമ്മൾ ഡാറ്റാസ് പ്ലോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കൺസിഡർഡ് ആസ് ആൻ ഇക്കണോമിക് പാരാമീറ്റേഴ്സ് വൈ. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ ഈസ് കൺസിഡർഡ് ആസ് ആൻ സ്പെഷ്യലൈസ്ഡ് ആവറേജസ് വൈ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻഡെക്സ് നമ്പർ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ് ഇൻഡെക്സ് നമ്പർ. ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ BCOMൻ്റെ ചാനലിൽ BCOMൻ്റെ സബ്ജക്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ദിസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ് ആണ്.
പിന്നെ അതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ പറഞ്ഞാൽ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ദ ഡിവൈസസ് ഫോർ മെഷറിംഗ് ഡിഫറൻസസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. ഒന്നിൽ കൂടുതൽ പരസ്പര ബന്ധമുള്ള വേരിയബിൾസിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പർ. Then index number is considered as a specialized averages. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they have all the functions of an averages. അതായത് മറ്റുള്ള എല്ലാ ഒരു ആവറേജ് പ്രോസസ്സ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും ഈ ഇൻഡെക്സ് നമ്പറിലും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ മെന്റ് ടു സ്റ്റഡി ദ റിലേറ്റീവ് ചേഞ്ചസ് ആൻഡ് നോട്ട് ദ ആബ്സലൂട്ട് ചേഞ്ചസ്. കമ്പാരിസൺ പർപ്പസിന് വേണ്ടി റിലേറ്റീവ് ചേഞ്ചസ് ആണ് ഇൻഡെക്സ് നമ്പറിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് കൺസിഡർ ആസ് എ സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ലെവലിൽ പോളിസീസ് ഫ്രെയിം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് വേരിയബിൾസിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കാനും അത് കമ്പയർ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ് നോക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിഫ്ലേറ്റിംഗ്, നാണയത്തിൻ്റെ മൂല്യ ചുരുക്കം നോക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കോൾഡ് ആസ് ആൻ ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പറിനെ ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ബാരോമീറ്ററിൻ്റെ ഫംഗ്ഷൻ ഇൻഡെക്സ് നമ്പർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പിന്നെ അതിൻ്റെ ചേഞ്ചസ് നോക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ് ബാരോമീറ്റർ. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇക്കണോമിക് ചേഞ്ചസിൻ്റെ പ്രഷർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഇക്കണോമിക് ചേഞ്ചസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡെക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇൻഡെക്സ് നമ്പർ. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസ്ട്രക്ഷനിലുള്ളതെന്നാണ്. അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പർപ്പസ് ഓഫ് ഇൻഡെക്സ് അത് മെൻഷൻ ചെയ്തിരിക്കണം. ഇതെന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് ബേസ് പീരീഡ്. നമ്മൾ ബേസ് പീരീഡ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കാരണം റിലേറ്റീവ് ചേഞ്ചസിൻ്റെ കമ്പാരിസൺസൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ബേസ് പീരീഡ് നോക്കിയിട്ടാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബേസ് പീരീഡ് സെലക്ട് ചെയ്യുമ്പോൾ നോർമൽ പീരീഡ് ആയിരിക്കണം. അതായത് എർത്ത് ഫാമിൻസ്, ഫ്ലഡ് ഇതുപോലെയുള്ള വർഷങ്ങളൊന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് പീരീഡിൻ്റെ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് ഇതിന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള ഇത് ഒരു പ്രോബ്ലംസ് ആണ്, അത് നോക്കണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഒബ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻസ്, നമ്മൾ എത്ര ഐറ്റംസ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ പ്രൈസ് കൊട്ടേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ആവറേജ് ഉപയോഗിച്ചിട്ടാണ് സെലക്ഷൻ ഓഫ് എ ബെസ്റ്റ് ആവറേജ്, ഏത് ടൈപ്പ് ആവറേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ആവറേജിൽ വെച്ചിട്ട് ജോമെട്രിക് മീനാണ് ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് വെയിറ്റ് നോക്കണം. അതായത് എന്താണെന്ന് വെച്ചാൽ ദ പ്രോബ്ലം സെലക്ടിങ് സ്യൂട്ടബിൾ വെയ്റ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. ഡിഫറെൻറ്റ് ഐറ്റംസിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് വെയിറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ അപ്രോപ്രിയേറ്റ് ഫോമുല, ഏത് ഫോമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫോമുല എന്ന് പറഞ്ഞാൽ ഫിഷേഴ്സിൻ്റെ ഐഡിയൽ ഇൻഡെക്സ് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷേഴ്സ് ഇൻഡെക്സ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഐഡിയൽ ഇൻഡെക്സ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫിഷേഴ്സിൻ്റെ ഇൻഡെക്സ് ആണ് നമ്മൾ ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോമുലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും പ്രോബ്ലംസ് ആണ് ശ്രദ്ധിക്കാനുള്ളത് ഇൻഡെക്സ് നമ്പറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും അതുതന്നെയാണ് വൈ ഫിഷേഴ്സ് ഇൻഡെക്സ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഐഡിയൽ ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ കോറിലേഷൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് സ്കാറ്റർ ഡയഗ്രാം. നമ്മൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ്. രണ്ടോ ഇതിൽ കൂടുതലോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് കോറിലേഷൻ. അപ്പോൾ സ്കാറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മൾ വൺ ഓഫ് ദ വേരിയബിൾ ഇസ് ഷോൺ ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് അനദർ വേരിയബിൾ ഇസ് ഷോൺ ഓൺ ദ വൈ ആക്സിസ്. എന്നിട്ടോ ഈച്ച് പെയർ ഓഫ് വാല്യൂ ഇസ് പ്ലോട്ടഡ് ഓൺ ദ ഗ്രാഫ് പേപ്പർ ബൈ മീൻസ് ഓഫ് ഡോട്ട് മാർക്ക് ഉപയോഗിച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യും. ദെൻ എല്ലാ
ഐറ്റംസും പ്ലോട്ട് ചെയ്തതിന് ശേഷം വി ഗെറ്റ് ആസ് മെനി ഡോട്ട്സ് ഓൺ ദ ഗ്രാഫ് പേപ്പർ, ഒരുപാട് ഡോട്ട്സ് കിട്ടും. ദെൻ ഇഫ് ദിസ് പോയിന്റ് ഷോ ദ സെയിം ട്രെൻഡ്, അല്ലെങ്കിൽ ഈ ഡോട്ട് നമ്മൾ യോജിപ്പിക്കുന്ന സമയത്ത്, കണക്ട് ചെയ്യുന്ന സമയത്ത് സെയിം ട്രെൻഡാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഐദർ അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ആണെങ്കിൽ ദിസ് വേരിയബിൾസ് സെറ്റ് ടു ബി കോറിലേറ്റഡ് എന്ന് പറയാം, അതർവൈസ് നോട്ട് കോറിലേറ്റഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു 2 or more വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ഡിവൈസാണ് സ്കാറ്റർ ഡയഗ്രാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കോറിലേഷൻ, റിഗ്രഷൻ ആൻഡ് ഇറ്റ്സ് ഡിഫറൻസസ് ഓൾസോ. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ആണ് കോറിലേഷൻ. അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് പഠിക്കുന്നത് തന്നെയാണ് റിഗ്രഷനും. അതും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് തന്നെയാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അവിടെ നമ്മൾ സ്റ്റഡി ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വേരിയബിൾസ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേരിയബിൾ ഹൂസ് വാല്യൂ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഇറ്റ് ഈസ് ടു ബി പ്രെഡിക്റ്റഡ്. അതായത് നമ്മൾ ഏത് വാല്യൂ ആണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദെൻ ഏത് വാല്യൂ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ ഡിമാൻഡ് എടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അവൈലബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടും. അപ്പോൾ പ്രൈസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. നമ്മൾ ദ വാല്യൂ വിച്ച് വി ആർ ഗോയിങ് ടു ബി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡിമാൻഡ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസസ് ആണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കൂടി നോക്കാം. കോറിലേഷൻ നമ്മൾ രണ്ട് വാല്യൂസ് തമ്മിലുള്ള 2 അതിൽ കൂടുതലോ വാല്യൂസ് തമ്മിലുള്ള ബന്ധം ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് റിഗ്രഷനിൽ നമ്മൾ അതിൻ്റെ സ്വഭാവം കൂടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുള്ളതും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് റിഗ്രഷനിൽ. പിന്നെ അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതായത് കുറേ മെത്തേഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കോറിലേഷൻ പറയുന്ന പോലെ പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ, അങ്ങനെ കുറച്ച് മെത്തേഡ് കോറിലേഷനും ഉണ്ട്, അതേപോലെ റിഗ്രഷനിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് പഠിക്കുന്ന സമയത്ത് അതായത് വേരിയബിൾസിൻ്റെ ആ പിന്നെ ചേഞ്ചസ്, അതായത് ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ correlation either positive or negative when the values of 2 variables moves in the same directionൽ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് രണ്ടും സെയിം ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് എന്നും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതായത് ഇഫ് ദ വാല്യൂസ് ഓഫ് വൺ വേരിയബിൾ മൂവ്സ് ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ കോസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. ഓപ്പോസിറ്റ് ആണ്, ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അതാണ് നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the amount of change in one variable leads to a constant ratio of change in other variable. So അതായത് ഡിമാൻഡ് ഒരു 10% ഇൻക്രീസ് ചെയ്തു, ഒരു 15% ഇൻക്രീസ് പിന്നെ പ്രൈസിലും സംഭവിച്ചു. ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ, നമുക്കത് പ്രത്യേകിച്ച് പ്രീ ഡിറ്റർമൈൻഡ് പറയാൻ പറ്റും ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ദെൻ അങ്ങനെ കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലാത്തതാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഹിയർ when the amount of change in one variable is not constant ratio to the change in other variable. കോൺസ്റ്റൻറ്റ് റേഷ്യോ അല്ലാത്തതാണ് നോൺ ലീനിയർ. പിന്നെ സിമ്പിൾ, മൾട്ടിപ്പിൾ, പാർഷ്യൽ, 2 വേരിയബിൾ മാത്രം പഠിക്കുന്ന സിമ്പിളും. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വി മെഷർ ദ ഡിഗ്രീസ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ആൻഡ് ഓൾ അതർ വേരിയബിൾസ് ടുഗെദർ ഓൺ ദ അതർ സൈഡ്. ദിസ് ഇസ് കോൾഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്രോബബിൾ എറർ ആണ്. പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിഫൈൻസ് ദ ഹാഫ് റേഞ്ച് ഓഫ് എൻ ഇൻ്റർവെൽ അബൌട്ട് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് ഇറ്റ് ഇസ് ദ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എനി പോപ്പുലേഷൻ. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കുന്ന ഒരു ഈസി വേ ആണ് പ്രോബബിൾ എറർ. ഇത് ഹാഫ് റേഞ്ച് ഓഫ് ആൻ ഇൻ്റർവെൽ അബൌട്ട് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ മെഷർ ചെയ്യുന്നതാണ് പ്രോബബിൾ എറർ. പിന്നെ പ്രോബ്ലംസും കൂടി നോക്കണം. ബേസ്ഡ് ഓൺ മൂവിങ് ആവറേജ് ചോദിക്കും, ലീസ്റ്റ് സ്ക്വയർ ചോദിക്കും, അതുപോലെ ഇൻഡെക്സ് നമ്പറിൻ്റെ പല ടൈപ്പ് ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് ആണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ കോറിലേഷൻ പ്രോബ്ലം ചോദിക്കും, റിഗ്രഷൻ ചോദിക്കും. ഇതുപോലെയുള്ള എല്ലാ പ്രോബ്ലംസ് കൂടി നോക്കുക. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സം ഓഫ് ദ ആൻസേഴ്സ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. So kindly watch out till the end and study properly to score a good marks. So thank you everyone.